മുഴുവൻ ഭക്ഷണം കഴിച്ചിട്ടല്ലാന്നറിയാം മാംസപേശികൾ അഴഞ്ഞു തൂങ്ങണത്. അതിനൊരു കാരണം ആധുനികമായ വസ്ത്രധാരണ രീതിയാണ്. പണ്ടത്തെ വസ്ത്രധാരണ രീതി അത് അഴഞ്ഞു തൂങ്ങാതിരിക്കത്തക്ക വിധത്തിലുള്ള വസ്ത്രധാരണ രീതിയായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും പിൻപറ്റിയിരുന്നത്. അപ്പൊ ഇത് രണ്ട് നോക്കിയാലും കൊടവയറ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. മറിച്ച് പുരാണങ്ങൾ പറയുന്നത് സുന്ദരനാണ് മഹാബലി എന്നാണ്. സൗന്ദര്യത്തിന്റെ ലക്ഷണം അല്ലല്ലോ കൊടവയറ്. സുന്ദരനായ മഹാബലിയെ കോമാളിയാക്കി, മഹാവിഷ്ണുവിനെ ദുഷ്ടനാക്കി, നല്ലൊരു സമയത്ത് ഭഗവാനെ നിന്ദിക്കുന്ന ഒരു ദുരവസ്ഥ മലയാളിക്ക് വന്നുപെട്ടു. നമ്മുടെ എല്ലാ ഗതികേടുകളുടെയും തുടക്കം അവിടുന്നാണ് എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും നമ്മുടെയൊക്കെ ചിന്തകളിലെങ്കിലും ഓണത്തെ മറ്റൊരർത്ഥത്തിൽ കാണാൻ സാധിക്കട്ടെ. നല്ല സമയത്ത് ഭഗവാനെ നിന്ദിക്കാതിരിക്കാനുള്ള ഒരു സങ്കല്പം സമാജത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. ഇവിടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഏകദേശം പകുതിയോളമുള്ള അമ്മമാരുമായി ബന്ധപ്പെടുത്തി സ്ത്രീ ശാക്തീകരണമാണ് ഈ ഓണക്കാലത്ത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് അമ്മമാരുടെ പ്രാധാന്യത്തെപ്പറ്റി, അമ്മമാരുടെ ശാക്തീകരണത്തെപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയെ ഇനി ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ അറിയില്ല. കാരണം സനാതന ധർമ്മപ്രകാരം, സനാതന സംസ്കൃതി പ്രകാരം സ്ത്രീയാണ് ഏറ്റവും വലിയ ശക്തി സ്വരൂപിണി. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കും ഉപരിയായാണ് ആദിപരാശക്തിയായ അമ്മയെ നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തി സ്വരൂപിണിയാണ്. അതും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭംഗിവാക്കാവില്ലേ. ഇപ്പൊ സ്ത്രീയെ നമ്മുടെ മുന്നിൽ എത്തുന്നത് എങ്ങനെ? തൊട്ടാവാടി എന്നാണ്. സീരിയലുകളും സിനിമകളും ഒക്കെ കണ്ണെന്താണ്, പെണ്ണെന്ന് പറഞ്ഞാൽ കരയാൻ മാത്രം അവതരിച്ചിട്ടുള്ളതാണെന്നാണ്, കണ്ണീരിന്റെ ആൾരൂപാണെന്നാണ്. പക്ഷെ ഇതല്ല നമുക്ക് നമ്മുടെ സംസ്കൃതി തരുന്ന ചിത്രം. നമ്മൾ നോക്കൂ, ഇപ്പൊ ശ്രീകൃഷ്ണാവതാരത്തിന് കാരണമായ ദേവകി ദേവി താൻ നൊന്ത് പ്രസവിച്ച 6 കുഞ്ഞുങ്ങളെ തന്റെ മുന്നിലിട്ട് തലക്കടിച്ച് കൊല്ലണത് ആ അമ്മ കണ്ടു. 7ാമത്തെ കുട്ടി പൂർണ്ണ വളർച്ചയെത്താതെ നഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊക്കെ പറ്റിയിട്ടും ദേവകി ദേവി തളർന്നിട്ടില്ലല്ലോ. 8ാമത്തെ ഒരു കുട്ടിയെ കൂടി വരവേൽക്കാനുള്ള ധൈര്യം, തന്റെ ആത്മവിശ്വാസം ദേവകി ദേവിക്ക് ഉണ്ടായില്ലേ? അതിനല്ലേ ശക്തി എന്ന് പറയേണ്ടത്. 6 കുഞ്ഞുങ്ങളെ തലക്കടിച്ച് കൊന്നിട്ടും ആ അമ്മയ്ക്ക് ഭ്രാന്തൊന്നും പിടിച്ചില്ല. ആ അമ്മ ആത്മഹത്യയും ചെയ്തില്ല. ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിട്ടപ്പോ ഭഗവാനെ തന്നെ ഗർഭപാത്രത്തിൽ ചുമക്കാൻ പറ്റി. രാമായണത്തിലേക്ക് തിരിയൂ. ദശരഥ മഹാരാജാവ് ക്ഷാത്ര തേജസ്സിനുടമയാണ്. നിമിഷമാത്ര നേരം കൊണ്ട് 10 ദിക്കിലേക്കും തേർത്തളിക്കാൻ തക്ക വൈഭവമുണ്ട്. രഘുകുലാധിപനാണ്, എല്ലാമാണ്. പക്ഷേ മനഃശക്തിയുടെ കാര്യത്തിൽ വട്ടപൂജ്യ. കാരണം സ്വന്തം പുത്രൻ കാട്ടിലേക്ക് പോണ്ടി വരുന്നു, അതിന് താൻ കാരണക്കാരനാവണു എന്ന് ഒറ്റ ചിന്ത, വെട്ടിയിട്ട വാഴ പോലെ ആ കിടക്കണു ദശരഥ മഹാരാജാവ്. പിന്നെ എവിടുന്ന് നീറ്റിട്ടില്ല. എല്ലാ കേമത്തുണ്ട്, ഒരൊറ്റ വീഴ്ച. അതേസമയം കൗസല്യ മാതാവിനെ, സുമിത്രാ മാതാവിനെ നോക്കൂ. അവരേരട്ട ദുഃഖം അനുഭവിച്ചു. അവരുടെ മക്കളും കാട്ടിപ്പോയി. അതിന്റെ പോരാണ്ട വൈധവ്യവും കിട്ടിയവർക്ക്. ഈ 2 ദുഃഖം ഒരുമിച്ച് കിട്ടിയപ്പോൾ അവരാരും ബോധം കെട്ട് താഴെ വീണില്ല. അവരാരും ആത്മഹത്യ ചെയ്തില്ല. അവരാരും ജീവിതത്തെ വെറുത്തില്ല. രാജമാതാക്കൾ എന്തൊക്കെ ദൗത്യം ചെയ്യണമോ അതൊക്കെ ചെയ്തുകൊണ്ട് അയോധ്യയില് നെടുന്തൂണുകളായി തന്നെ അവർ വീണു. ഇത്രയും വലിയ ദുഃഖങ്ങൾ സഹിച്ചിട്ടും ആ മാതാക്കൾ തളർന്നില്ല എങ്കിൽ അതാണ് സനാതന ധർമ്മത്തിലെ മാതൃശക്തി. അത് ഉണ്ടാകണമെങ്കിൽ അത് പ്രഭാഷണത്തിലൂടെ ഉണ്ടാകാൻ കഴിയില്ല. ഹിന്ദുത്വത്തിലേക്ക് തിരിച്ചു പോയാലല്ലാതെ, ഹിന്ദു ധർമ്മത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടല്ലാതെ അങ്ങനെ ഒരു മാതൃത്വത്തെ ഇനി നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കില്ല. ഏത് വിപരീത പരിസ്ഥിതികളോടും പൊരുതാനുള്ള ഒരു മാനസികമായ ഭാവം, അതാണ് ശക്തി. ശരീരത്തിന്റെ ശക്തിയല്ല. ശരീരത്തിന് വലിയ ശക്തി ഉണ്ടായി ഇച്ചിരി വലിയ വിശേഷമൊന്നുമില്ല. ശക്തി ആവശ്യമാണ്, അത് ചില ഘട്ടങ്ങളിൽ അത്യാവശ്യമാണ്. പക്ഷെ അത് മാത്രം പോരാ, അതിനപ്പുറം മാനസികമായ കരുത്ത് വേണം. ഒരു വലിയ ഗുസ്തിക്കാരൻ ഗോതയിൽ അങ്ങനെ നിന്നിട്ട് തന്റെ മുന്നിൽ വന്നവരെ മുഴുവൻ മലർത്തി അടിച്ചിങ്ങനെ നടക്കുകയാണ്. അതിന്റെ ഇടയിൽ മസിലൊക്കെ പെരുക്കിയിട്ട് ഇങ്ങനെ ഗംഭീരമായിട്ട് ചോദിച്ചിത്രേ, എന്നെ തോൽപ്പിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടോ, എന്നോട് ഏറ്റുമുട്ടാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വന്ന മൂപ്പര് വലിയ മറ്റേ സമ്മാനമൊക്കെ വാഗ്ദാനം ചെയ്ത് ഇങ്ങനെ ഗോത ഇളക്കി മറിച്ച ആന മറ്റേ മത ഇളകി നടക്കണമാതിരി ഇങ്ങനെ ഗോതയുടെ 4 പുറം കുലുക്കി ഇങ്ങനെ നടക്കുക. അപ്പോ ചെറിയൊരു പയ്യൻ, ഒരു നരുന്ത് പയ്യൻ ഗോതയിലേക്ക് ഇങ്ങോട്ട് ചാടി വന്നു. ഞാൻ ഉണ്ട് പറഞ്ഞത്രേ. അയാൾ ചിരിക്കാൻ തുടങ്ങി. നീയോ? എന്റെ ചെറുവിരലിനില്ല എന്ന് പറഞ്ഞു. ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ കഷ്ടിച്ച് ഇങ്ങനെ കയ്യൊക്കെ കട്ടിയിട്ട് അയാളുടെ വയറുമൊക്കെ ഒന്ന് തുടർന്നമാതിരി കട്ടി. ഇയാൾ അവനെ എടുക്കാൻ നേരത്തെ ഇവൻ എന്താ കട്ടി? ഇവന്റെ പോക്കറ്റില് ഏതോ പൂരപ്പറമ്പ് നിന്ന് ഇവൻ വാങ്ങിച്ച റബ്ബറിന്റെ ഒരു പാമ്പ് ഉണ്ടായിരുന്നു. റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാമ്പ്. ഇപ്പൊ ഇത് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അതിന് ചെറിയൊരു നനവ് പോലെയൊക്കെ തോന്നും. പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഒരൊറ്റ ഏറ് ഇയാളുടെ മേലേക്ക്. അയ്യോ പാമ്പ് എന്നും പറഞ്ഞു. ഇതങ്ങോട്ട് ഇടലും ഇവൻ അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് ഇയാൾ മലർന്നടിച്ച് ഒരൊറ്റ വീഴ്ച. ഇയാൾ വീണ നേരത്തെ ഇവനെ വേഗം അവന്റെ മേലാണ് കയറി കിടന്നിട്ട് 1 2 3 നിന്ന് ഞാൻ ജയിച്ചു. കാരണം വീഴ്ത്തി മലർത്തി അടിച്ചാ പോരെ, എങ്ങനെ മലർത്തിയതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഈ ശരീരശക്തി മുഴുവൻ എവിടെ പോയി? യോ പാമ്പ് എന്ന് മനസ്സുകൊണ്ട് ഒറ്റ ചിന്തയാണ് ചിന്തിച്ചപ്പോ ഈ ആനയുടെ കരുത്ത് മലർന്നടിച്ച് ആ കിടക്കണമെന്നുള്ള ഒരൊറ്റ വീഴ്ച. അപ്പോ
സ്ത്രീയുടെ ശക്തി ശരീരത്തിന്റെ ശക്തിയിലുപരി മാനസികമായ ശക്തിയാണ്. വിപരീതമായ സാഹചര്യങ്ങൾ വരാം, പക്ഷെ തളരാതെ തകരാതെ ജീവിതത്തെ നേരിടാനുള്ള ഒരു കരുത്ത് കുടുംബത്തിന് പകർന്നു കൊടുക്കുന്നത് സ്ത്രീയാണ്. ഈ സ്ത്രീ ശക്തി സ്ത്രീയിൽ മാത്രമല്ല, സ്ത്രീയിൽ മാത്രമാകരുത്. നമ്മുടെ സങ്കല്പപ്രകാരം ഇത് സ്ത്രീയിൽ മാത്രമല്ല, സ്ത്രീക്ക് മാത്രമുള്ളതുമല്ല. സ്ത്രീക്കാണ് ശക്തി കൂടുതൽ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് എല്ലാവരും അംഗീകരിച്ചു എന്നും വരില്ല. സ്ത്രീയുടെ കരുത്തിനെയൊക്കെ പറ്റിയിട്ട്. കാരണം നമ്മൾ ഏറ്റവും വിദ്യാസമ്പന്നരായ കേരളത്തിൽ വരെ സ്ത്രീ പുരുഷ സമത്വം ഒരു വലിയ മരീചികയായി അതിനുവേണ്ടിയൊക്കെ ഗുസ്തി പിടിച്ചുകൊണ്ട് വരിക. ഒരു 5-8 കൊല്ലം മുമ്പ് കോഴിക്കോട് ഒരു വനിതാ സെമിനാറിൽ പങ്കെടുത്ത അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. അതിൽ വളരെ പ്രഗത്ഭരാ പങ്കെടുക്കണേ. ഈ പേര് കേട്ടാലും പരിചയമില്ലാത്ത ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പേരെന്നെ ധാരാളമാണ്, എല്ലാവർക്കും അറിയാം. എന്നെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഗത പ്രസംഗകൻ 10 പ്രാവശ്യം ചോദിച്ചു പേരെന്താന്ന്. കാരണം ബാക്കി എല്ലാവരും അത്ര പ്രഗത്ഭരാ. അങ്ങനെ വാലറ്റുമാണ് ഞാനൊക്കെ. ഇതിൽ ആദ്യം വന്ന കേരളത്തിലെ പ്രശസ്തയായ പെണ്ണെഴുത്തുകാരി, ഒരു പ്രമുഖ വിപ്ലവകാരി ഒക്കെ വേദിയിലുണ്ട്. അതിൽ ആ പ്രശസ്തയായ പെണ്ണെഴുത്തുകാരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരി അവര് തുടങ്ങി തന്നെ എങ്ങനെയെന്നറിയോ? അന്ന് ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയ സമയ, സ്ത്രീകൾ വീടുകളിൽ പോലും പീഡിപ്പിക്കപ്പെടുന്നു, അതിനെതിരെയുള്ളൊരു നിയമം. അപ്പൊ അതിനെ പറ്റിയായിരുന്നു ആ സെമിനാർ. അപ്പോ ഈ സാഹിത്യകാരി പറഞ്ഞ എന്താ അറിയോ? ഈ നിയമം കൊണ്ടൊന്നും സ്ത്രീകളെ രക്ഷപ്പെടില്ല പറഞ്ഞു. അതിനവിടെ ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോ കേരളത്തിലെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ഒട്ടുമിക്ക സ്ത്രീ പുരുഷന്മാർക്കും ജോലിയുണ്ട്, ദമ്പതിമാർക്കും ജോലിയുണ്ട്. രണ്ടുപേരും രാവിലെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ പൂട്ടി ഭർത്താവിന്റെ ബൈക്കിൽ തന്നെ ഭാര്യ ജോലിക്ക് പോകുന്നു. തിരിച്ച് ഭർത്താവിന്റെ അതേ ബൈക്കിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നു. വീടിന്റെ ഗേറ്റ് തുറന്ന് ഉമ്മറം തുറന്നാൽ ഉടനെ ഭർത്താവ് എന്താ അത്ര ചെയ്യുക? ആ താക്കോലും കൂട്ടവും തന്റെ ബാഗും കൂടി ഭാര്യയുടെ കയ്യിലേക്കാണ് കൊടുക്കത്ര. എന്നിട്ട് ഉമ്മറത്തെ ഈസി ചെയറിൽ മലർന്ന് കിടന്നിട്ട് ഒരൊറ്റ കൽപ്പന, റെഡി, നല്ല കടുപ്പത്തിലൊരു ചായ കൊണ്ടുപോവാ എന്ന്. ഇതാണ് അവസ്ഥ. ഇതുകൊണ്ട് ഈ നിയമം കൊണ്ടൊന്നും കാര്യമില്ല എന്ന്. അതിനവര് പറഞ്ഞത്, ഇതിന് രക്ഷപ്പെടണമെങ്കിൽ എന്താ വഴിയെന്നറിയാമോ? ആ കടുപ്പത്തിലൊരു ചായ കൊണ്ടുപോകാന്ന് ഭർത്താവ് പറയുമ്പോൾ ഒട്ടും കടുപ്പം കുറയ്ക്കാതെ ഭാര്യ പറയണത്രേ, നിങ്ങളും ഞാനും ഒരേ ജോലി കഴിഞ്ഞിട്ടാ വരുന്നത്, നിങ്ങൾ ഇട്ടാലും ചായയാവും എന്ന് പറയാനുള്ളൊരു തന്റെ ഇടം സ്ത്രീ നേടിയാൽ സ്ത്രീ പുരുഷ സമത്വം അത് മാത്രമേ നടക്കുക. തന്റെ ഇടം നേടണം. കൊള്ളാന്ന് എനിക്കും തോന്നി കേട്ടപ്പോ. കാരണം നമ്മൾ ഈ അമ്മമാർക്ക് അറിയാലോ, ഈ അടുക്കളയിൽ ഒരേ കസർത്ത് കാട്ടി മടുത്തിരിക്കുകയല്ലേ. അപ്പൊ അതിന് ഇങ്ങനെ ചില ഡെവലപ്മെന്റ് ഒക്കെ വന്നാൽ വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല ദമയന്തി പാചകത്തിന് വലിയ പേരൊന്നുമില്ല, നളപാചകത്തിനാണ് പേര്. അപ്പൊ 1 ദിവസം 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ അവർ പാളത്തുമ്മ കയറും. ആദ്യത്തെ ദിവസം ഇടുമ്പോൾ ചിലപ്പോൾ പൊടി കൂടും, പിറ്റത്തെ ദിവസം മധുരം കൂടും, പാല് കൂടും. ഒരാഴ്ച കൊണ്ട് സംഗതി പാളത്തുമ്മ കയറും. കൊള്ളാം, നല്ല കാര്യം എന്ന് ഞാനും വിചാരിച്ചു. അവരെ ഒന്ന് അഭിനന്ദിക്കണം. പക്ഷെ എന്റെ ഊഴ അപ്പോഴും ആയിട്ടില്ല, പിന്നെയും കാക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ ഈ പെട്ടെന്ന് ചിന്ത വല്ലല്ലോ, ലേശം കഴിഞ്ഞാൽ വരിക. രണ്ടാമതിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഒരു ചിത്രം കണ്ടു. വലിയൊരു കാറ്റും മഴയും വരുന്നു. എന്റെ വീടൊക്കെ ഒരു പഴയ വീടാ. അപ്പൊ ഞാൻ ചിന്തിക്കുക, വലിയൊരു കാറ്റും മഴയും വന്ന് മോന്തായത്തിലെ 3-4 ഓടാണ് പാറിപ്പോയി. എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും? എന്റെ ഭർത്താവിന്റെ മുന്നിൽ വരും അല്ലേ, അതേ മോളിലെ 3-4 ഓട് പാറിപ്പോയി, അകത്ത് പ്രളയാണെന്ന് പറയും. അപ്പോ ഈ അവസ്ഥ വെച്ചിട്ട് എന്റെ ഭർത്താവ് എന്ത് പറയണം? അതുകൊണ്ടെന്താ, എനിക്കും നിനക്കും ഈ വീട്ടിലെ തുല്യ അവകാശമല്ലേ, നീ പെരപ്പുറത്ത് കയറിയാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇത്തിരി അപകടമാണ് എന്ന് തോന്നി എനിക്ക്. കാരണം ആദ്യം ചിന്തിച്ചപ്പോ കൊള്ളാന്ന് തോന്നി. ഇത് മേല് നോവണ അനുഭവം. അതുകൊണ്ട് ഇത് ഇത്തിരി കടുപ്പമാണ്. ഇതല്ല സ്ത്രീ പുരുഷ സമത്വം. ഇങ്ങനെ എല്ലാം പങ്കുവെച്ച് വീതം വെച്ച് നിങ്ങൾ ഞാൻ എന്ന് പറയണതല്ല. നമുക്ക് അർദ്ധനാരീശ്വര സങ്കല്പമാണ്. സ്ത്രീയും പുരുഷനും വിഭിന്ന ഭാവങ്ങളല്ല. ഞാനെന്നോ നീയെന്നോ പറഞ്ഞ് പങ്കുവെക്കാനുള്ളതല്ല. അല്ലെങ്കിൽ അടുക്കളയ്ക്ക് മുന്നിൽ കൊടി കുത്തിയാൽ എന്ത് ചെയ്യും? തന്നേ തീരൂ എന്നൊക്കെ പറഞ്ഞ അവകാശത്തിന്റെ പേര് കൊടി കുത്തിയാൽ അത് സമാജത്തെ 2 വർഗങ്ങളാക്കും. എല്ലാം വർഗ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ ശ്രമിച്ച് സമാജത്തിന് ഏറെ മുറിവ് പറ്റിയിട്ടുണ്ട് എന്നത് സത്യമാണ്. കുടുംബത്തിലേക്ക് കൂടി ആ വർഗ സിദ്ധാന്തത്തെ കൊണ്ടുപോയാൽ കുടുംബം ഒരേ താളത്തിൽ ഒരേ ശ്രുതിയിൽ നീങ്ങിയാലേ അവിടെ നമുക്ക് ഉദ്ദേശിക്കുന്ന സമാധാനവും സന്തോഷവും സുഖവും കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതല്ല, അർദ്ധനാരീശ്വര സങ്കല്പമാണ് നമ്മുടെ ഭാരതത്തിൽ കുടുംബത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും വേറെയല്ല. അപ്പോ സ്ത്രീയുടെ ശക്തി അത് പുരുഷനിൽ ഉണ്ടാകണം. പുരുഷന്റേത് എന്തൊക്കെ ഗുണങ്ങളാണോ അത് സ്ത്രീയിലും കാണണം. നമ്മൾ ഒരു കുട്ടിയെ ഓമനിക്കുമ്പോൾ സ്ത്രീത്വം എന്ന വികാരം അത് പുരുഷനിൽ ഉണ്ടാകുകയാണ്. അത് സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ ഒക്കെ ആണെങ്കിൽ ആ വികാരം പുരുഷനിലും ഉണ്ടാകുന്നു. ഒരു കുട്ടിയെ ഒന്ന് ഓമനിക്കുമ്പോൾ, വാത്സല്യപ്പെടുമ്പോൾ അത്തരം ഭാവങ്ങൾ അപ്പൊ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. അതുകൊണ്ട് തന്നെ സമാജത്തിൽ ഭേദഭാവങ്ങളില്ലാതെ നമ്മൾ ദേവി ആരാധന നടത്തുന്നു. കാരണം ആ ദേവി ചൈതന്യം എല്ലാവരിലും ആവശ്യമാണ്. നമുക്കിവിടെ അത് തന്നെ നോക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നവരാത്രി പൂജയൊക്കെ വരാൻ പോവുകയാണ്. ദേവി ആരാധന ഭാരതത്തിന്റെ സ്വന്തമായ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമ്മൾ കേരളത്തില് ചോറ്റാനിക്കര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കുന്നത് 3 ഭാവത്തിൽ അവിടെ ആരാധന നടത്തുന്നതാണ്.
ദുർഗയായി, ലക്ഷ്മിയായി, സരസ്വതിയായി 3 ഭാവത്തിൽ അവിടെ ആരാധന നടത്തുന്നു. അപ്പോ ഇവിടെ ലഭ്യമായ സമയത്തിനുള്ളിൽ നമ്മളിൽ ഓരോരുത്തരിലും ഈ 3 ശക്തി, ലക്ഷ്മിയും സരസ്വതിയും ദുർഗയും, ഈ 3 ശക്തി നമ്മളിൽ എങ്ങനെ നിറയണം,